അതിൽ ആണ് ഇപ്പോൾ ഇതാ സ്പോട്ട് 6-ൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. ഒരിക്കൽ കൂടി കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. അതായത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളിലേക്ക് എത്തുന്നു. 6-ാം സ്പോട്ടിൽ നിന്ന് കൂടുതൽ സ്കെലിറ്റനുകൾ, കൂടുതൽ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഈ നേരത്തെ കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ ബാക്കിയാണോ അതല്ല എങ്കിൽ പുതിയതാണോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ 13 സ്പോട്ടുകളിൽ ഒരിടത്ത് തന്നെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സാഹചര്യം ആണ് പ്രധാനമാകുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും അതേ സ്പോട്ടിൽ തന്നെ, അതായത് 6-ാം സ്പോട്ടിൽ തന്നെ പരിശോധന തുടരുക തന്നെ ചെയ്യും. അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ KB ബൈജു റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ള സ്പോട്ട് 8-ാമത്തെ സ്പോട്ടാണ്. അവിടെ പരിശോധന നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഈ 6-ാമത്തെ സ്പോട്ടിൽ നിന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ, അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു എന്നത് നിർണായകമാകുന്നത്. ഇത് ഇനി ആരുടേത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടേതാണോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഏത് കാലഘട്ടത്തിൽ ഉള്ള മൃതദേഹം എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾക്ക് സാധിക്കും. ഒപ്പം ഈ മൃതദേഹ അവശിഷ്ടങ്ങളിലൂടെ ഏകദേശ പ്രായം അടക്കം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കും. മാത്രവുമല്ല, ഇപ്പോൾ പ്രത്യേകമായ ഒരു സെൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പല കാലയളവിൽ ആയി ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത് കാണാതായിട്ടുള്ളവരുടെ പട്ടികകൾ ശേഖരിച്ചു വരികയാണ്. ഒരുപക്ഷെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ, നമുക്കറിയാം മലയാളികൾ അടക്കമുള്ളവർ ദുരൂഹമായ സാഹചര്യത്തിൽ പലരെയും കാണാതായി എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യമുണ്ട്. പലരുടെയും വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18-ലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇതിനോടകം തന്നെ എത്തിച്ചതാണ്. അങ്ങനെയുള്ള നിരവധി ആളുകൾ ആയിരിക്കും ഈ ഹെൽപ്പ് ഡെസ്കുമായി ഇനി ബന്ധപ്പെടാൻ പോകുന്നത്. അവർ ആയിരിക്കും ഇത്തരം വിവരങ്ങൾ, അതായത് തങ്ങളുടെ അച്ഛനെ, അമ്മയെ, സഹോദരനെ, സഹോദരിയെ, മകളെ, മകനെ, ഇങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇത്തരം ഡേറ്റകൾ ഈ ഹെൽപ്പ് ഡെസ്കിനെ എത്തിക്കണം, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിനെ അറിയിക്കണം എന്ന് കൂടിയാണ് നമുക്ക് പ്രേക്ഷകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയത്തിൽ ഉള്ളവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇത്തരം ദുരൂഹമായ സാഹചര്യത്തിൽ ധർമ്മസ്ഥലയിൽ നിന്ന് മിസ്സിംഗ് ആണ് എങ്കിൽ, അതിലേതെങ്കിലും കുടുംബങ്ങൾ ഇത് തുറന്നു പറയാൻ മടി കാണിക്കുന്നുവെങ്കിൽ അത്തരം കുടുംബങ്ങൾ കൂടി അതിന് തയ്യാറാകേണ്ട ഘട്ടമാണ്. കാരണം അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഈ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിനെ ശരിവെക്കുന്ന ഡേറ്റകളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തെളിവുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിർണായകമായി മാറുന്നത്. ഇനി അറിയേണ്ടത് ഈ മൃതദേഹം ആരുടേത് എന്നുള്ളതാണ്. അതിന് ഒരുപക്ഷെ DNA പരിശോധന പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും അറിയാൻ സാധിക്കും. അതിനെ ഇനി ബന്ധിപ്പിക്കേണ്ടത് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുമായിട്ടാണ്. അതിൽ നമുക്ക് പരിമിതികളുണ്ട് എന്ന് അശ്വതി പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ KB ബൈജു അടക്കം ഈ വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്രതിഭാഗത്ത് എന്ന് സംശയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവിടെ ഒരു ഡീൻ ഗ്യാങ് എന്നത് ഇപ്പോഴും സജീവമാണ് താനും. പക്ഷേ അതിൻ്റെ തലവൻ ആരാണ്, അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്, അവർക്ക് സഹായം എത്തിക്കുന്നത് ആരാണ്, ഇതൊക്കെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആധികാരികമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ അസ്ഥികൂട ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലും ആണ്. ആ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി തന്നെ ആരാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്, ആർക്ക് വേണ്ടിയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നത്. ഒരു പക്ഷേ അശ്വതി നമുക്ക് എടുത്തു പറയേണ്ടത് ഈ കൃത്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിലോ ബലാത്സംഗങ്ങളിലോ നേരിട്ട് പങ്കാളികൾ ആയിട്ടുള്ള ആളുകളാകണമെന്നില്ല ഈ ശുചീകരണ തൊഴിലാളിയെ ഈ മൃതദേഹങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം അത് അത്രമേൽ വലിയ ഗ്യാങ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ മറ്റുള്ളവരെ ഏൽപ്പിച്ച അവർ ആയിരിക്കാം ഈ തൊഴിലാളിയെ ഈ പ്രവൃത്തിക്ക് വേണ്ടി പ്രേരിപ്പിച്ചത്. എന്തു തന്നെയാണ് എങ്കിലും ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങൾ ഈ തൊഴിലാളിയെ ഏൽപ്പിച്ച ആളുകളെ സംബന്ധിച്ച ഇൻപുട്ടുകൾ, വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ഇതിനോടകം തന്നെ മൊഴിയായി ഈ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുണ്ട്. അവരിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് അതിനെ ശരിവെക്കുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നതാണ്. അഭിലാഷ്, എന്തായാലും വളരെ നിർണായകമായ ഈ ഘട്ടത്തിൽ നമുക്ക് ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ആ പോയിന്റ് 6-ാമത്തെ പോയിന്റിൽ നിന്ന് തലയോട്ടി കൂടി കണ്ടെത്തിയിരിക്കുന്നു, കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വിവരം ലഭിക്കുന്നു. നേരത്തെ 2 അടി കുഴിച്ചപ്പോഴായിരുന്നു ആ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആ പരിശോധന ആ പ്രദേശത്ത് നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ?
അശ്വതി, നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം അതുതന്നെയാണ്. കൂടുതൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇതേ സ്പോട്ട് 6 നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഒരു പക്ഷേ നേരത്തെ തലയില്ലാത്തൊരു അസ്ഥികൂട ഭാഗമാണ് ലഭിച്ചത്. ഇനി ഒരു പക്ഷേ ഇതേ മൃതദേഹത്തിന്റെ ഇനി തലയോട്ടിയാണോ, അതല്ല പുതിയൊരു മൃതദേഹം അവിടെ കുഴിച്ചിട്ടതിന്റെ ആണോ, അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ വീണ്ടും അവിടെ അസ്ഥികൂടം ഇത്തരത്തിൽ ലഭിക്കുന്നു എന്നാണ്. നേരത്തെ 2 അടി കുഴിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം ലഭിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ കുഴിച്ച് പരിശോധിക്കാൻ SIT സംഘം തീരുമാനിക്കുകയും അങ്ങനെ അവിടെ കുഴിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ആളുകളെ ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടാവും, കൊലപാതകം നടത്തി കുഴിച്ചിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നത്. അത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 7ലും 8ലും സമാനമായ രീതിയിൽ കൂടുതൽ ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ എന്ന് തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നത്. അത് ഒരു പക്ഷേ ഈ വാർത്തകൾക്കെല്ലാം തുടക്കം കുറിച്ച് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതിൽ ഈ ശുചീകരണ തൊഴിലാളി ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു, എന്നെ വിശ്വസിച്ച് ഈ ഒരു തെളിവുകൾ നിങ്ങൾ നോക്കിക്കൊള്ളുന്ന. പക്ഷേ അപ്പോഴൊന്നും പരിശോധിക്കാൻ തയ്യാറാവാതെ ഇപ്പോൾ വളരെ പ്രതികൂലമായ കാലാവസ്ഥ, കനത്ത മഴയാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ശക്തമായ കാറ്റും അതുപോലെ തന്നെ വലിയ മഴയുമുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല വലിയ വനപ്രദേശമാണ്. നേത്രാവതി പുഴയുടെ തീരത്താണ്. കുത്തൊഴുക്ക് രൗദ്രഭാവത്തോടു കൂടിയാണ് നേത്രാവതി പുഴ ഒഴുകുന്നത്. അവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്, ഈ പരിശോധന നടത്തുന്നത്. ഇനിയുള്ള 7ഉം 8ഉം പോയിന്റും ഈ നേത്രാവതി പുഴയുടെ തീരത്തും അതുപോലെ തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുമാണ്. ഏതായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇയാളെയും എത്തിച്ച് അയാൾ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലം കൃത്യമായി പരിശോധിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ ഇത് കേൾവി പോലും ഇല്ലാത്ത, സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമായി മാറുന്നു. ഒരാളുടെ വെളിപ്പെടുത്തൽ, അതായത് ഒരു ഏക സാക്ഷിയാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി എന്ന് ഓർക്കണം. ഇയാൾ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ ഇവിടെ നിന്നും പലായനം ചെയ്ത് ഇയാൾ തിരിച്ചു വരാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ ഒരു കൂട്ട കൊലപാതക പരമ്പരയുടെ ഒരു വിവരങ്ങൾ പോലും പുറത്തറിയില്ലായിരുന്നു. ഇത്തരം 2014 ശേഷം ഇവിടെ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ, അതൊക്കെ അറിയേണ്ടതുണ്ട്. ഇതിൽ ആരാണ് ഉന്നതരായ ആളുകൾ, ആരൊക്കെ ഇവരെ സഹായിച്ചു? നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡി ഗ്യാങ് എന്ന് പറയുന്നത് ഇപ്പോഴും ആക്റ്റീവ് ആണെന്നതിന് ഏറ്റവും ഉദാഹരണമാണ് 2025ലും നമ്മളെ ഭീഷണിപ്പെടുത്തിയ, നമ്മളിവിടെ ദൃശ്യം ചിത്രീകരിക്കാൻ സമ്മതിക്കാത്ത, ഈ വാർത്ത പുറം ലോകത്ത് അറിയിക്കാതിരിക്കാൻ ശ്രമിച്ച ഒരു സംഘം നമ്മളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയ കഥ. അതുകൊണ്ട് തന്നെ 2014 ശേഷവും ഇയാൾ ഇവിടുന്ന് പലായനം ചെയ്തതിനു ശേഷവും ഇത്തരത്തിൽ ഒരുപക്ഷെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവും. അത് ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത്, അത്തരം മൃതദേഹങ്ങൾ കുഴിച്ചിടാനുള്ളതും ഒക്കെ അറിയാനുണ്ട്. ഒരുപാട് ദുരൂഹതകൾ ധർമ്മസ്ഥലയുടെ മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ അസ്ഥികൾ ഇവിടെയുള്ള ഓരോ കൊലപാതകങ്ങളുടെ ഉത്തരം പറയിക്കുമോ? അതാണ് ഏറ്റവും പ്രധാനം. ഈ കൊലയാളികൾ ആരാണ്, അവരിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുമോ? ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇതാരാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ആരാണ് ഇത്തരം ഭൂമി തട്ടിയെടുക്കാനും ഒക്കെ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. ഏതായാലും അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. നമ്മളല്ല അത് തീരുമാനിക്കേണ്ടത്, പ്രേക്ഷകരല്ല തീരുമാനിക്കേണ്ടത്. അത് ഈ SIT സംഘം അതിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായാണ് ഇപ്പോൾ SIT വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗളൂരുവിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതി, ഏതെങ്കിലും തരത്തിൽ ദുരനുഭവം നേരിട്ടവർ, മക്കളെ കാണാതായവർ, സഹോദരിമാരെ കാണാതായവർ, അവർക്ക് അവിടെ പരാതി നൽകാം. രഹസ്യമായ പരാതി സൂക്ഷിക്കും. അതിനുശേഷം കൃത്യമായി DNA പരിശോധന, ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു ശരീരാവശിഷ്ടങ്ങൾക്കുമായി DNA പരിശോധന ഒത്തുനോക്കും. അത്തരത്തിലുള്ള നടപടികളുമായി SIT മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അത് അടിവരയിടുന്നതാണ്. ഓരോ